ഹായ്. അപ്പോൾ നമ്മളിന്ന് പൂരത്തിൻ്റെ ആഘോഷത്തിൻ്റെ 2ാം ദിവസമാണ്. അപ്പോൾ നമ്മൾ പരിപാടികളിന്ന് കഥകളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേട്ടോ. മറ്റേ പ്രോഗ്രാംസ് കുട്ടികൾ നമ്മുടെ ഡാൻസൊന്നുമില്ല. അപ്പോൾ കുഞ്ചു ഇവിടെ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഹായ് വരാം. അപ്പോൾ നമ്മൾ പോണ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കാം കേട്ടോ. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. വല്ലാതെ തിരക്കൊന്നുമില്ല. കഥകളിയൊക്കെ ആയതുകൊണ്ടാവാം. ഞാൻ പാട്ട് കളമ്പാട്ട് തൊഴുതിട്ടില്ല. അപ്പോൾ അതിനും കൂടെ കൂടിയിട്ട് കേട്ടോ ഇന്ന് വന്നത്. അപ്പോൾ നല്ലപോലെ അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളമ്പാട്ടൊക്കെ തൊഴുതിറങ്ങി. ഇനി നമ്മൾ പ്രോഗ്രാമുള്ള സ്ഥലത്തേക്ക് പോകാം. അവിടെ വയലിൻ നടക്കുകയാണ്. അപ്പോൾ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചായം പുരട്ടോ കഥകളിക്ക്. അപ്പോൾ ആകും അവിടെ നോക്കിയിരിക്കുകയാണ്. ഇത് നോക്കിയിരിക്കാൻ തന്നെ തോന്നുള്ളൂ. എന്നുവെച്ചാൽ കിടന്ന് എത്ര നേരമാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കേണ്ടതെന്ന് അറിയോ. ഒരുപാട് നേരം ചായം പുരട്ടാൻ തന്നെ വേണം. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ചു ഒരു കുഞ്ഞാവയും കൂടെ കളിക്കുന്നത്. അവർ ആദ്യമായിട്ട് കാണട്ടെ. പക്ഷെ ആദ്യമായിട്ട് കാണുമെന്നുള്ളൊരു പെരുമാറ്റമൊന്നും അല്ല അവർക്ക്. അവർ നല്ല കളിയിലാണ്. നമ്മളിതാ പ്രോഗ്രാംസ് കണ്ടിരിക്കുക കേട്ടോ. വയലിനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ വയലിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചായം പുരട്ടലൊന്നും കഴിഞ്ഞിട്ടില്ല. കഥകളിക്കാകുമ്പോൾ അതിൻ്റേതായ ഒരു മൂല്യത്തിലാണല്ലോ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊക്കെ ഇത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നതിന് നമുക്ക് സന്തോഷം തോന്നും. കഥ ഞാൻ ലളിതമായി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറയാം. എല്ലാവർക്കും സുപരിചിതമായൊരു ആട്ടക്കഥയാണ് പ്രഹ്ലാദ ചരിതം. ഹിരണ്യന്റെയും കയാധുവിന്റെയും പുത്രനായിട്ടുള്ള പ്രഹ്ലാദന്റെ വിദ്യാഭ്യാസ കാലം അടുത്തപ്പോൾ ഹിരണ്യൻ തന്റെ ചരിത്രത്തിന്റെ മഹാത്മ്യം കൊണ്ട് പ്രസിദ്ധനായ ഹിരണ്യായ നമ എന്ന് ഉച്ചരിക്കുന്ന മന്ത്രത്തോടെ തന്റെ പ്രസിദ്ധികളെ കുറിച്ച് മകനെ പഠിപ്പിക്കാൻ വേണ്ടി ഗുരുവായിട്ടുള്ള ശുക്രാചാര്യന്റെ അടുത്തേക്ക് മകനെ കൊണ്ടുപോകുന്നു. പുത്രനെ എന്റെ ചരിത്രങ്ങളെല്ലാം പഠിപ്പിച്ച് വിടണമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മളെ കഥകളി ഇവിടെ ആരംഭിക്കുകയാണ്. സ്റ്റേജിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും കാണാൻ പോലും പറ്റില്ല, അറിയും കൂടെ ഉണ്ടാവില്ല. പണ്ട് നമുക്കൊരു പുസ്തകത്തിൽ ഇത് നമ്മൾ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു. കരി പച്ച അങ്ങനെ താടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു പാഠം, ചെറിയ ചെറിയ ഓർമ്മകളാട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് തന്നെ പോന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടാലൊന്നും നമുക്ക് അങ്ങനെ കഥയൊന്നും അങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് ആദ്യം തന്നെ അതിലുള്ള ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇനി കാണാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് കണ്ടില്ലേ ഈ പച്ചക്കാരി അങ്ങനെയുള്ള ഇതിനൊക്കെ ഓരോ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്തിന് ഇവർ അവിടെ മേക്കപ്പൊക്കെ ചെയ്യുകയാണ്. അതൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കണ്ടു കേട്ടോ. ഇതൊക്കെ അവിടെ കിടന്ന് അത്രയും നേരം ഇതൊക്കെ ചെയ്യാണ്ട്. ഇപ്പം നല്ലോണം ആൾക്കാരൊക്കെ കൂടിട്ടോ കഥകളി കാണാനായിട്ട്.
നമ്മൾ കഥകളി കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. കുഞ്ചൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ കരയുന്നുണ്ടെന്ന് പറഞ്ഞു.